പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയിൽ പങ്കാളികളായതിന് നന്ദി. ഇന്ന് 341 ദിവസം. ഇന്ന് വായിക്കുന്ന വചന ഭാഗങ്ങൾ: അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 20, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായങ്ങൾ 3 മുതൽ 5 വരെ, സുഭാഷിതങ്ങൾ അധ്യായം 28 വാക്യങ്ങൾ 25 മുതൽ 28 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 20. ഗ്രീസിലേക്ക്. ലഹള അവസാനിച്ചപ്പോൾ പൗലോസ് ശിഷ്യരെ വിളിച്ചുകൂട്ടി ഉപദേശിച്ച ശേഷം യാത്ര പറഞ്ഞ് മക്കദോനിയയിലേക്ക് പോയി. ആ പ്രദേശത്തുകൂടെ യാത്ര ചെയ്ത് അവരെ പല വചനങ്ങളാൽ ഉപദേശിച്ചിട്ട് ഗ്രീസിലെത്തി. അവിടെ 3 മാസം ചെലവഴിച്ചു. സിറിയയിലേക്ക് കപ്പൽ കയറാറായപ്പോൾ യഹൂദർ അവനെതിരെ ഗൂഢാലോചന നടത്തിയതിനാൽ മക്കദോനിയയിലൂടെ മടങ്ങിപ്പോകാൻ അവൻ തീരുമാനിച്ചു. പീറൂസിൻ്റെ മകനായ ബെറയോക്കാരൻ സൊപ്പാത്തർ, തെസലോനിക്കക്കാരായ അരിസ്താർക്കോസ്, സെക്കൂന്തോസ്, ദർബേക്കാരനായ ഗായിയോസ്, തിമോഥെയോസ്, ഏഷ്യയിൽ നിന്നുള്ള ടിക്കിക്കോസ്, ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങളെ കാത്തിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുത്തെത്തി. അവിടെ 7 ദിവസം താമസിച്ചു. ത്രോവാസിനോട് വിട. ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ അടുത്ത ദിവസം അവിടെ നിന്ന് പോകേണ്ടിയിരുന്നത് കൊണ്ട് പൗലോസ് അവരുമായി സംവാദത്തിലേർപ്പെട്ടു. വചനം പാതിരാത്രി വരെ ദീർഘിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന മുകൾ നിലയിൽ ധാരാളം വിളക്കുകളുണ്ടായിരുന്നു. യുവത്തിക്കോസ് എന്ന പേരുള്ള യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസ് ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഗാഠനിദ്രയിലാണ്ടു. നിദ്രാധീനനായ അവൻ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ച നിലയിൽ അവർ പൊക്കിയെടുത്തു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് അവൻ്റെ നേർക്ക് കുനിഞ്ഞ് അവനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, ആരവമുണ്ടാക്കേണ്ട, എന്തെന്നാൽ അവന് ജീവനുണ്ട്. പൗലോസ് കയറിച്ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചിട്ട് പ്രഭാതം വരെ ദീർഘനേരം സംഭാഷിച്ചു കൊണ്ടിരുന്നു. അനന്തരം അവൻ അവിടം വിട്ടുപോയി. അവർ ആ ചെറുപ്പക്കാരനെ ജീവിക്കുന്നവനായി കൂട്ടിക്കൊണ്ടുപോയി. അവർ അത്യധികം ആശ്വസിച്ചു. മിലേത്തോസിലേക്ക്. ഞങ്ങൾ മുമ്പേ പോയി ആസോസിലേക്ക് കപ്പൽ കയറി. അവിടെ വെച്ച് പൗലോസിനെ കൂട്ടണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്തെന്നാൽ അവിടെ വരെ അവൻ കരയിലൂടെ പോകുമെന്ന് കരുതിയാണ് ഇങ്ങനെ ക്രമീകരിച്ചത്. ആസോസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കയറ്റി മിത്തുലേനയിലെത്തി. അവിടെ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് അടുത്ത ദിവസം ഞങ്ങൾ കിയോസിന് എതിർവശമെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ സാമോസിലും അതിനടുത്ത ദിവസം മിലേത്തോസിലും എത്തിച്ചേർന്നു. ഏഷ്യയിൽ സമയം ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് എഫേസോസിൽ അടുക്കാതെ കടൽ കടക്കണമെന്ന് പൗലോസ് തീരുമാനിച്ചിരുന്നു. കഴിയുന്നതും പെന്തക്കോസ്താ ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവൻ ബന്ധപ്പെട്ടിരുന്നു. എഫേസോസ് വിടുന്നു. മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ആദ്യ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദരുടെ ഗൂഢാലോചനകളാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടെ ഞാൻ കർത്താവിനെ സേവിച്ചു. പ്രയോജനപ്പെടുന്നതൊന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുകളിൽ വെച്ചും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുവിലേക്കുള്ള വിശ്വാസവും യഹൂദർക്കും ഗ്രീക്കുകാർക്കും ഞാൻ സാക്ഷ്യപ്പെടുത്തി. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവാൽ ബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓരോ നഗരത്തിലും എന്നോട് സാക്ഷ്യപ്പെടുത്തുന്നെന്ന് മാത്രം എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവൻ ഒരു വിധത്തിലും വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ശുശ്രൂഷയും പൂർത്തിയാക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ഇടയിൽ ചുറ്റി സഞ്ചരിച്ച ഞാൻ ഇപ്പോൾ ഇതാ അറിയുന്നു, എൻ്റെ മുഖം നിങ്ങളിലാരും ഇനി ഒരിക്കലും കാണുകയില്ല. തന്മൂലം എല്ലാവരുടെയും രക്തത്തിൽ നിഷ്കളങ്കനാണ് ഞാനെന്ന് ഈ ദിവസം നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല.
നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവിൻ. അവൻ സ്വന്തം രക്തത്താൽ നേടിയ ദൈവത്തിൻ്റെ സഭയെ മേയിക്കാൻ മേൽനോട്ടക്കാരായി പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ വേർപാടിന് ശേഷം അജഗണത്തെ വെറുതെ വിടാത്ത ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരുമെന്ന് ഞാൻ അറിയുന്നു. തങ്ങളുടെ പിന്നാലെ വരാൻ ശിഷ്യരെ ആകർഷിക്കുന്ന വക്രോപദേശങ്ങൾ നൽകുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരും. അതിനാൽ 3 വർഷം രാപകൽ കണ്ണീരോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നനുസ്മരിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ഇപ്പോൾ ഞാൻ നിങ്ങളെ ദൈവത്തിനും നിങ്ങളെ പടുത്തുയർത്താനും വിശുദ്ധീകൃതരായ സകലരുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം തരാനും കഴിയുന്ന അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രമോ മോഹിച്ചിട്ടില്ല. എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ആവശ്യങ്ങൾക്ക് എൻ്റെ കൈകൾ തന്നെ അധ്വാനിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് എല്ലാവിധത്തിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യതരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വചനങ്ങൾ അനുസ്മരിക്കുക. ഇത് പറഞ്ഞ ശേഷം അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും ഏറെ കരഞ്ഞു പൗലോസിൻ്റെ കഴുത്തിൽ ആശ്ലേഷിച്ച് ചുംബിച്ചു. ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞ വചനത്തെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. അനന്തരം കപ്പലിലേക്ക് അവർ അവനെ അനുയാത്ര ചെയ്തു. 2 കൊരിന്തോസ് അധ്യായം 3. ഉടമ്പടിയുടെ ശുശ്രൂഷകർ. ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യാൻ തുടങ്ങുകയാണോ? മറ്റു ചിലർക്കെന്ന പോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്നോ ശുപാർശ കത്തുകൾ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ കത്ത് നിങ്ങൾ തന്നെയാണ്. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ കത്താണ് നിങ്ങളെന്ന് വെളിപ്പെടുന്നു. ഇപ്രകാരമുള്ള മനോധൈര്യം ക്രിസ്തു വഴി ദൈവസന്നിധിയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിൽ തന്നെ എന്തെങ്കിലും മേന്മയുള്ളതായി അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ കഴിവ് ദൈവത്തിൽ നിന്നാണ്. അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ അക്ഷരത്തിൻ്റേതല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കി. എന്തെന്നാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ശിലകളിൽ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ട മരണശുശ്രൂഷ തേജസ്സിലാണ് വന്നത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും മോശയുടെ മുഖതേജസ് മൂലം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിമത്കരണത്തിൻ്റെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ തേജോമയമായിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു തേജസ് മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറഞ്ഞുപോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. ഈദൃശമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നല്ല ധൈര്യമുള്ളവരാണ്. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽ മക്കൾ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെപ്പോലെയല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കഠിനമാക്കപ്പെട്ടിരുന്നു. അവർ പഴയ ഉടമ്പടി വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും നീക്കപ്പെടാതെ നിലവിലുണ്ട്. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. അതെ, ഇന്നും മോശ വായിക്കപ്പെടുമ്പോഴെല്ലാം അവരുടെ ഹൃദയത്തിന് മുകളിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ എപ്പോഴെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവാൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 കൊരിന്തോസ് അധ്യായം 4. മൺപാത്രത്തിലെ നിധി. അതുകൊണ്ട് ദൈവകരുണയാൽ ഞങ്ങൾക്കുള്ള ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ നഷ്ടധൈര്യരാകുന്നില്ല. ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു. ഞങ്ങൾ വഞ്ചനയിൽ ചരിക്കുകയോ ദൈവവചനം വളച്ചൊടിക്കുകയോ ചെയ്യുന്നില്ല. പ്രത്യുത സത്യത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം ദർശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സ് അന്ധമാക്കിയിരിക്കുന്നു. ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഞങ്ങളെയല്ല, പ്രത്യുത യേശുക്രിസ്തുവിനെ കർത്താവായും യേശുവിലൂടെ ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരുമായാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്നരുൾ ചെയ്ത ദൈവം തന്നെയാണ്
ക്രിസ്തുവിൻ്റെ മുഖത്തെ ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ആശങ്കാകുലരെങ്കിലും നിരാശരല്ല. പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതെ, വിശ്വാസ ചൈതന്യത്താൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇവയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൃതജ്ഞത വർദ്ധിക്കുന്നു. അനശ്വരതയിലുള്ള പ്രത്യാശ. ഞങ്ങൾ അധൈര്യരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളിലെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ഷണികവും നിസ്സാരവുമായ ക്ലേശങ്ങൾ അമേയമായ മഹത്വത്തിൻ്റെ നിതാന്തമായ ഗാംഭീര്യം ഞങ്ങൾക്കായി ഒരുക്കുന്നു. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യമായവ നശ്വരങ്ങളാണ്, അദൃശ്യമായവ അനശ്വരങ്ങളും. 2 കൊരിന്തോസ് അധ്യായം 5. ഞങ്ങളുടെ ഭൗമിക ഭവനമാകുന്ന കൂടാരം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പെടുന്നു. മൃത്യുവശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയതുരിഞ്ഞു കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിന് ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്കെല്ലായ്പ്പോഴും ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും ശരീരത്തിലൂടെ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. രമ്യതയുടെ ശുശ്രൂഷ. കർത്താവിനെ ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ ദൈവത്തിന് വെളിവാക്കപ്പെട്ടവരാണ്. അത് നിങ്ങളുടെ മനസാക്ഷിക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പാകെ പുകഴ്ത്തുകയല്ല, പ്രത്യുത ഹൃദയത്തിലല്ലാതെ മുഖഭാവത്തിൽ അഭിമാനിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ്. ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാണ്. ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയും. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും അതിനാൽ എല്ലാവരും മരിച്ചെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ അറിയുകയില്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. സുഭാഷിതങ്ങൾ അധ്യായം 28 വാക്യങ്ങൾ 25 മുതൽ 28 വരെ. വ്യക്തിയുടെ അത്യാഗ്രഹം കലഹം ഇളക്കിവിടുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ പുഷ്ടി പ്രാപിക്കും.
സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നവൻ ഭോഷനാണ്, ജ്ഞാനത്തിൽ ചരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല, എന്നാൽ സ്വന്തം കണ്ണുകൾ മൂടിവെക്കുന്നവന് ശാപാധിക്യമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ മനുഷ്യൻ സ്വയം ഒളിക്കുന്നു, അവർ നശിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. പ്രിയമുള്ളവരെ, 341 ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഫെസോസിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് ഇടയിൽ അപ്പസ്തോലനായ പൗലോസ് ആ യാത്രയിൽ അപ്പം മുറിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ജനത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ യുവത്തിക്കോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം മുകളിൽ നിന്ന് താഴെ വീഴുകയും അദ്ദേഹം മരിച്ചു പോവുകയും പൗലോസ് അപ്പസ്തോലൻ അദ്ദേഹത്തിന് ജീവൻ നൽകുകയും ചെയ്യുന്ന, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വായിച്ചത്. അദ്ദേഹം പരിശുദ്ധ കുർബാന അർപ്പണത്തിനിടയിലുള്ള ദീർഘമായ വചന ശുശ്രൂഷയിലാണ് ഉറങ്ങി താഴെ വീഴുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ മർമ്മം തിരിച്ചറിയാൻ സഹായിക്കുന്ന മനോഹരമായ പല എപ്പിസോഡുകളിലൂടെയും ഈ യാത്രയിൽ നമ്മൾ കടന്നുപോയി. അതിലെ മനോഹരമായ മറ്റൊരു മുഹൂർത്തമാണിത്. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണവും ദൈവജനത്തിന് ആത്മീയമായി മരിച്ചവർക്ക് ജീവൻ തിരികെ നൽകി അവരെ ഭവനങ്ങളിലേക്ക് മടക്കി അയക്കുന്ന ശുശ്രൂഷയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ആലങ്കാരികമായ വിവരണം കൂടി ഈ രംഗം നമുക്ക് നൽകുന്നുണ്ട്, ഒരു വായന കൂടി നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം മിലേത്തോസിൽ വെച്ച് എഫേസോസിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി നൽകുന്ന മനോഹരമായ ഒരു അന്ത്യ പ്രഭാഷണം കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ്. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലപ്പെട്ടതായി ഞാൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, നിങ്ങൾ എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് നിങ്ങൾ കണ്ടെത്തുമെന്ന യേശുവിൻ്റെ മൊഴികൾ, ഗുരുമൊഴികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ജീവൻ പ്രാപിക്കുന്നതായി, അവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നതായി നമ്മൾ കാണുകയാണ്. ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ വീടുകൾ തോറും കയറിയിറങ്ങിയും തെരുവുകൾ തോറും നടന്നും നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായും സമൂഹമായും കണ്ടും എപ്രകാരമാണ് ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസത്തിലും സുവിശേഷം പങ്കുവെക്കാൻ അദ്ദേഹം കാണിച്ച അസാധാരണമായ ഒരു തീക്ഷ്ണതയും ചൈതന്യവും ദാഹവും നമ്മളെ പലപ്പോഴും കുറ്റബോധത്തിലേക്ക് നയിക്കുന്നതാവണം. ജീവിതം മുഴുവൻ സുവിശേഷം പങ്കുവെക്കാൻ തീരെഴുതി കൊടുത്ത ദൈവത്തിനു വേണ്ടി ജീവിതം എറിഞ്ഞുകൊടുത്ത, ഒരിക്കൽ പോലും തനിക്ക് വേണ്ടിയോ തൻ്റെ വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയോ ജീവിക്കാൻ ഈ ജീവിതത്തിലെ വളരെ പരിമിതമായ സമയം മാറ്റിവെക്കാത്ത ഒരു മനുഷ്യൻ്റെ ജീവചരിത്രക്കുറിപ്പുകൾ, കണ്ണീരണിഞ്ഞ ഓർമ്മകൾ, ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ആ മനോഹരമായ ഏടുകൾ നിരന്തരം വായനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കൊറിന്തോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ജീവിത യാത്രയുടെ മനോഹരമായ ഒരു വിവരണമാണ് 2 കൊറിന്തോസ് 3 അധ്യായം, പ്രത്യേകിച്ച് 3, 4, 5 അധ്യായങ്ങൾ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള യാത്രയാണത്. അതായത് യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്കുള്ള യാത്ര, ഓരോ ദിവസവും ക്രിസ്തുവായി മാറാനുള്ള യാത്ര, ഓരോ ദിവസവും എത്രമാത്രം ഞാൻ ക്രിസ്തുവായി മാറിയിട്ടില്ല എന്ന തിരിച്ചറിവ് നൽകുന്ന യാത്ര. ഈ യാത്രയുടെ പ്രോസസ്സാണ്, പ്രക്രിയയാണ് 4 അധ്യായം വിവരിക്കുന്നത്. നമ്മൾ അനുദിനം യേശുവിനെ പ്രതി കൊല്ലപ്പെടുകയും അനുദിനം അവൻ്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു യാത്ര. ഇത് കാഴ്ചയാലുള്ള യാത്രയല്ല, വിശ്വാസത്താലുള്ള യാത്രയാണ്. ഈ യാത്ര ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നവർ നടത്തുന്ന യാത്രയാണ്. കർത്താവ് നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം. അത് ഓർക്കുക, സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും യാത്രയാണ്. നമ്മൾ കാണുന്നതിലല്ല, കാണാത്തതിലാണ് നമ്മുടെ സന്തോഷം വച്ചിരിക്കുന്നത്. അനുഗ്രഹീതമായ നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇനി 24 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ വചന വായന അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒരുമിച്ച് വന്നതിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങൾ കണ്ടെത്തിയ ഈ സമയം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ
ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. അതുവരെ നമുക്ക് സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാൻ മറക്കരുത്. ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം, നന്നായി ജീവിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.